നരസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ LBSന്റെ അലോട്ട്മെന്റിന്റെ ഒക്കെ ആണെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റ്, അതായത് ആറാമത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ് ഈ വരുന്ന 7-ാം തീയതി, ഒക്ടോബർ മാസം 7-ാം തീയതി നടക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചില ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മെയിൻ അലോട്ട്മെന്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെന്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. SC/ST കാറ്റഗറിയിലുള്ള കുട്ടികളുടെ സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ നടന്നിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇനി ജനറൽ ആയിട്ട് എല്ലാ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റുകളാണ് ഈ വരുന്ന ദിവസം 7-ാം തീയതി നടക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻസ് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാവുന്നതുപോലെ 4-ാമത്തെ അലോട്ട്മെന്റ്, അതിൽ ആദ്യത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റ് നടന്ന വേളയിൽ ഒരു ദിവസം മുന്നേ ആയിട്ടാണ് അവരുടെ വേക്കൻസി ലിസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ വേക്കൻസി ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കോളേജുകളുടെ സീറ്റ് വേക്കൻസികൾ കാര്യങ്ങൾ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സാധാരണയായിട്ട് ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റിന് മുന്നോടിയായിട്ട് തന്നെ അവർ വേക്കന്റ് ലിസ്റ്റുകൾ ഓരോ കോളേജുകളിലും ഓരോ കാറ്റഗറി വൈസ്, അത് ജനറൽ മെറിറ്റ് ആയിക്കോട്ടെ, OBC, SC/ST, അങ്ങനെ ഓരോ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ലാപ്സ്ഡ് ആയിട്ടുള്ള സീറ്റുകളുടെ അനുപാതങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വേക്കന്റ് ലിസ്റ്റുകൾ നമുക്ക് അറിയുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതിനോട് ശേഷം നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ക്രമമായിട്ട് തന്നെ വീണ്ടും നമ്മൾ ഫ്രഷ് ആയിട്ട് ഓപ്ഷൻസ് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു തവണ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വാലിഡ് ആകത്തില്ല. ഓരോ സ്പെഷ്യൽ അലോട്ട്മെന്റിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ വീണ്ടും സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ഓരോ ഓപ്ഷൻസും നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസ് നൽകുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും മികച്ച കോളേജുകൾ ഏറ്റവും ആദ്യം എന്ന നിലയിൽ മാത്രമായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരിക. അതുപോലെ ഇതുവരെയും അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലോ, അതുകൊണ്ട് ഏറ്റവും ലോ ഗ്രേഡിലുള്ള കോളേജുകൾ ഏറ്റവും ആദ്യം കൊടുത്താൽ പെട്ടെന്ന് അലോട്ട്മെന്റ് കിട്ടും എന്ന് വിചാരിക്കുമെന്നും വേണ്ട. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ ഗ്രേഡ് കോളേജിനേക്കാളും കുറച്ചുകൂടി മികച്ച കോളേജുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു അവസരം നിങ്ങൾക്ക് നഷ്ടമാകുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച കോളേജുകൾ ഏറ്റവും ആദ്യം ആ ഒരു ഓർഡറിൽ തന്നെ കീപ്പ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുവരെയും അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ കോളേജുകളിലും ഈ പറയുന്ന ലിസ്റ്റിൽ വരുന്ന എല്ലാ കോളേജുകളും ഉൾപ്പെടുത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഓപ്ഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് NOC വാങ്ങിയാൽ മാത്രമായിരിക്കും അടുത്ത് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, മിക്കവാറും വരുന്ന കുട്ടികളൊക്കെ നേഴ്സിംഗ് ആയിരിക്കും താല്പര്യപ്പെടുന്നത്. അപ്പൊ നേഴ്സിംഗ് ഇല്ല, ഏതെങ്കിലും ഒരു പാരാമെഡിക്കലും കൂടെ ആയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ളത് കൊടുക്കാം. പക്ഷേ നേഴ്സിംഗ് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ വേറെ പാരാമെഡിക്കൽ കാര്യങ്ങളൊക്കെ കോഴ്സുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചാൽ ആ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ നിങ്ങളെ പങ്കെടുപ്പിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണ് കോഴ്സ് ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത് അത് മാത്രം നിങ്ങൾ കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ പക്ഷം ഈ പറയുന്ന പോലെ വെറുതെ നിങ്ങൾക്ക് ഒരു ചാൻസ് നഷ്ടപ്പെടും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന പോലെ ടെമ്പററി അഡ്മിഷൻസ് എടുക്കാം, അങ്ങനെ പറഞ്ഞ് അല്ല പാർഷ്യൽ പേയ്മെന്റ് ചെയ്ത് ടെമ്പററി അഡ്മിഷൻ എടുക്കാം, അങ്ങനെ ഒരു സാഹചര്യങ്ങളുമില്ല. അപ്പോൾ നമ്മൾ ഒരു കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ചാൽ ആ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ ഫസ്റ്റ് ഇയറിലെ മുഴുവൻ ട്യൂഷൻ ഫീസും അതുപോലെ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നമ്മൾ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ പങ്കെടുക്കുമ്പോൾ വ്യക്തമായിട്ട് കോളേജുകളുടെ ലിസ്റ്റും ഏതൊക്കെ കോളേജുകളാണ് നിങ്ങൾ ചേരുവാൻ താല്പര്യമുള്ളത്, ഏത് കോഴ്സുകളാണ് ചേരുവാൻ താല്പര്യമുള്ളത്, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. അതുപോലെ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വേളയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഹയർ ഓപ്ഷൻ നോക്കണമെങ്കിൽ NOC സർട്ടിഫിക്കറ്റും കൂടെ വാങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾ ഗവൺമെന്റ് കോളേജ് ലഭിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും NOC മേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് കോളേജുകളെല്ലാം തന്നെ നിങ്ങൾ NOC വാങ്ങി വേണം നിങ്ങൾ ഹയർ ഓപ്ഷൻ അല്ലെങ്കിൽ അടുത്ത വരുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുവാനായിട്ട്. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ PNC മാക്കിലും അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഏകദേശം നമുക്കറിയാവുന്ന പോലെ തന്നെ സീറ്റുകളുടെ എണ്ണം ഒക്കെ വളരെയധികം കുറയുന്നുണ്ട്. ഓരോ അലോട്ട്മെന്റുകൾക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാം അവിടെ ലിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിക്കവാറും വരുന്ന കുട്ടികളൊക്കെ തന്നെ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് അഡ്മിഷൻസ് കിട്ടുവാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഇപ്പോൾ തന്നെ നോക്കിയാൽ ഏകദേശം 460-ൽ 439 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ അത് 3-4 മാർക്ക് കൂടെ ഒരു പക്ഷേങ്കിൽ മുന്നോട്ട് വരുന്ന അലോട്ട്മെന്റുകളിൽ കുറഞ്ഞേക്കാം. എങ്കിലും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജനറൽ മെറിറ്റിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്കിൽ ഒരു കാരണവശാലും LBSൽ അഡ്മിഷൻസ് ലഭിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെല്ലാം തന്നെ
PNC മായ്ക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റിലേക്ക് അഡ്മിഷൻസ് എടുക്കാൻ കൂടുതലായിട്ട് ഫോഴ്സ് ചെയ്യപ്പെടും. അതുകൊണ്ട് വലിയൊരു വേരിയേഷൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ 439 എന്നുള്ള പറയുന്നത് മാക്സിമം ഒരു 434 വരെയൊക്കെ അല്ലെങ്കിൽ 430 മുകളിലായിട്ട് തന്നെ നിൽക്കുമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 430 മാർക്കിൽ താഴെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾ അതുപോലെ തന്നെ LBS ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് വേരിയേഷൻസ് ഒക്കെ വലിയതായിട്ട് ഇനി വരാൻ സാധ്യതയില്ല. മിക്കവാറും വരുന്ന റിസർവേഷൻ കാറ്റഗറിയിലൊക്കെ ആണെങ്കിലും കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അഡ്മിഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് മാത്രം കൂടുതലായിട്ട് നിങ്ങൾ കേരളം വെയിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.